ഫീഡ്ബാക്ക് ഇപ്പൊ എന്ത് പറയാനാ? ഇതന്നെ ഫീഡ്ബാക്ക്. അടിപൊളി, ഒരു രക്ഷയല്ല. നോ, എന്റെ മെഡിക്കൽ പ്രൊഫഷനിൽ ഇനിയൊരു വൈബ് തന്നെയായിരിക്കും, മാറ്റങ്ങളായിരിക്കും, പരിവർത്തനങ്ങളായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ യോഗ. ഞാനൊരു LIC ഏജന്റാണ്, ഞാനൊരു ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസറാണ്. എന്റെ കയ്യിൽ 12 ഏജന്റ് ഉണ്ട്. എന്റെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ ലാഫർ ക്ലബ്ബ് പോലത്തെ ക്ലബ്ബ് രൂപീകരിക്കും. ആദ്യം എന്റെ ഏജന്റിൽ നിന്ന് തന്നെ എന്റെ സുഹൃത്തുക്കളെ, എന്റെ ഏജന്റുമാരൊക്കെ ഞാനിത് പരീക്ഷിക്കും. 12 ഏജന്റുമാർ എനിക്ക് 15 വർഷമായിട്ട് എന്റെ കൂടെ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ഈ 2 ദിവസം ക്ലാസ് ഭയങ്കര സന്തോഷം കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നല്ലതാ ഒരു ക്ലബ്ബാണിത്. ഇന്ന് ഇത്ര നല്ലൊരു ക്ലബ്ബ് ഞാൻ ഇതുവരെ ഇതിന് പങ്കെടുത്തിട്ടില്ല, ആദ്യമായിട്ട് പങ്കെടുത്തതാണ്. എന്നിരുന്നാലും എനിക്ക് ഭയങ്കര ബൂമിങ് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലും ഞാൻ സ്വതവേ വീട്ടിൽ അധികം പിന്നെ ഒരു വൈഫ് ടീച്ചറാണ്. ടീച്ചർ പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ അത് നെഗറ്റീവായി തോന്നും. എന്നാലും ഇനി ടീച്ചർക്ക് നല്ല ചിരിയുണ്ട്. ആ ചിരി എൻ്റെയിലേക്ക് ഞാൻ ആവാഹിച്ചെടുത്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എങ്ങനെ ലാപ്ടോപ്പ് കൊടുക്കാന്നുള്ളതൊക്കെ സാറിന് വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ആയിട്ടാണ് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം, എൻ്റെ ബഡ്ഡി നല്ലൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. നല്ലൊരു ഗിഫ്റ്റ് കിട്ടി. അതേപോലെ ഞാൻ ബഡ്ഡിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്, എൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, ഒരു 5000 രൂപ ഫീസ് ഉള്ളതാണ്. അത് ഫ്രീ ആയിട്ട് എൻ്റെ ബഡ്ഡി കൊടുത്തിട്ടുണ്ട് 16-ാം തീയതി. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ട്രെയിനിങ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പൈസയാക്കി മാറ്റണം എന്ന് താല്പര്യമുള്ള ആളുകൾക്ക് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഫീഡ്ബാക്ക് എന്ന് പറയാനായിട്ട് ദർ ഇസ് നോ വേർഡ്സ്. അത് വേർഡ്സിൽ നമ്മൾക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതല്ല, വാക്കുകളിലൂടെ പറയാൻ പറ്റുന്നതല്ല, ആക്ഷനിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഏതാനും ചില വേർഡ്സ് പറയാം. വളരെ നല്ല അനുഭവമാണ്. ലാഫ്റ്റർ യോഗ കഴിഞ്ഞ തവണത്തെ ക്ലാസ് നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അന്ന് എനിക്ക് തിരക്കായതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. ഇത്തവണ എന്തായാലും പങ്കെടുക്കണമെന്ന് സുനിലേട്ടൻ ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഞാൻ വരുമെന്നും പറഞ്ഞു. ശരിക്കും എൻ്റെ യോഗ ക്ലാസ് വരെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ പങ്കെടുത്തത്. തീർച്ചയായിട്ടും ഈ 2 ദിവസവും ഒരിക്കലും നഷ്ടമല്ല. തീർച്ചയായിട്ടും ഞാൻ ഇനി എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇതിലെ പല ടെക്നിക്സ് ഉൾക്കൊള്ളിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്, മൈൻഡ് പവർ ട്രെയിനിങ്സിലെല്ലാം. കാരണം ഇത് വളരെയധികം നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ ഉണർവ് നൽകുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം തന്നെയാണ്. ഞാനിതെല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നതാണ്. അടുത്ത ക്ലാസ്സുകളിലേക്കൊക്കെ കൂടുതൽ ആളുകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ലാഫ്റ്റർ ബഡി ഡോക്ടർ ഖലീൽ, അതുപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സുനിലേട്ടൻ, അതുപോലെ തന്നെ സുഭാഷ് റാവു സാറ്, അതുപോലെ തന്നെ KM തോമസ് സാറ്, എല്ലാവർക്കും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആത്മാർത്ഥമായി നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്, വെരി ഗുഡ്. യേ! Very good. ഹലോ, ഈ പ്രോഗ്രാം വളരെ അതിഗംഭീരമായിരുന്നു. ഞാൻ ഇതിലേക്ക് മുമ്പ് എൻ്റെ സുനിൽ സാറ് വീട്ടിലൊന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നൊരു 10-45 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ ചേച്ചിയുടെ സ്കൂളിലുണ്ടായിരുന്ന ടീച്ചേഴ്സ്, ഒപ്പം എൻ്റെ സിസ്റ്റർ പെങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ബോട്ടിൽ വെച്ചുകൊണ്ടായിരുന്നു. കൂടാതെ പിന്നെ എൻ്റെ അനിയൻ്റെ അടുത്ത് ഹോങ്കോങ്ങിലൊക്കെ പോയിട്ട് ചെയ്തു. അന്നിങ്ങനെ ചെറിയ പരിചയമുള്ളൂ. പക്ഷേ ഇവിടെ വന്ന് ഈ 2 ദിവസം ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്ത് കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല കുറച്ച് ഉറക്കക്കുറവൊക്കെ ഉണ്ടായിരുന്നു. ആ ഉറക്കക്കുറവ് ഇന്നലെ ഭയങ്കരമായിട്ട് ഉറങ്ങി. പിന്നെ വീട്ടിൽ അമ്മച്ചി തന്നെയുള്ളൂ. അപ്പോൾ അമ്മച്ചിക്ക് ചിരിക്കണമെന്ന് വലിയ താല്പര്യമുണ്ട്. പക്ഷേ ഭാര്യയ്ക്കൊപ്പം ഇരുന്ന് ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാവിലെ എല്ലാ ദിവസവും ഞാനിനി അമ്മച്ചിയുടെ കൂടെ പോയിരുന്ന് ചിരിക്കാനായിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ എൻ്റെ ഓഫീസിൽ 7 സ്റ്റാഫുണ്ട്. അവർക്കും രാവിലെ 1-2 ദിവസം ഹിൻഡ് കൊടുത്തിട്ട് ഞാൻ പതുക്കെ അകത്ത് പോയിട്ടൊന്ന് ട്രെയിൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു, കക്ഷികളൊക്കെ വരുന്നതിന് മുമ്പ്. വളരെ നന്നായിരുന്നു. പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നന്നായിരുന്നു. ഫുഡ് വളരെ ഗംഭീരമായിരുന്നു. എല്ലാവർക്കും താങ്ക് യു.
ഫസ്റ്റ് തിങ് കട്ട വൈബ് ഗ്രൂപ്പാണ് കേട്ടോ ഇത്. ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ആദ്യം പറഞ്ഞ അതാണ്, നല്ല വൈബുള്ള ഒരു ഗ്രൂപ്പ്. അത് ഭയങ്കര ഒരു പ്ലസ് പോയിൻ്റാണ്. പ്ലസ് ഞാനിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1 ഇയർ ആവാറായി. എൻ്റെ ഹസ്ബൻഡ് പറയുകയാണ്, ഇന്നലെയാണ് നിന്നെ ഞാനൊന്ന് പ്ലസൻ്റായിട്ട് കണ്ടതെന്ന്. സോ ഞാൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇന്ന് വളരെ സുന്ദരിയായിരിക്കുന്നു എന്നോട്. മീൻസ് ഇല്ല, ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എന്നോടത് പറഞ്ഞു. മീൻസ് ആ മുഖത്ത് അതിൻ്റെ ഒരു വ്യത്യാസം കാണാനുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ. പിന്നെ വേറൊരു പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. നേരത്തെ ഞാൻ കുറച്ചുകൂടെ സീരിയസ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത്ര സീരിയസ് അല്ല. അത് മാത്രമല്ല, എനിക്കിങ്ങനെ സീരിയസ് ആയിട്ട് ലിപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് പ്രശ്നമാണ്. ഞാൻ കുറേ വട്ടം ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഇത്തിരി ഇങ്ങനെ ഒരു വൈഡായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. ഓക്കെ. സോ അപ്പോൾ അതിനെല്ലാത്തിനും പ്രത്യേക താങ്ക്സ് ഉണ്ട് സർ. താങ്ക് യു. അതൊരു അസുഖമല്ല. അല്ല. അടുത്താണ്. നെക്സ്റ്റ് പൊരുട്ടി നാലേ കപ്പായി പൊരുട്ടി ഓക്കെ. എനിക്ക് ഈ പ്രോഗ്രാമിന് വന്നിട്ട് ഈ 2 ദിവസം ഭയങ്കര മൈൻഡ് ഇവിടെ തന്നെയായിരുന്നു. അല്ലെങ്കിൽ യൂഷ്വലി ഇപ്പോൾ ഓഫീസിലിരിക്കുമ്പോൾ വീട്ടിലെ കാര്യം ആലോചിക്കും. ഭയങ്കര പ്രസൻ്റ് ആയിരുന്നു, ഈ മൊമെൻറ്റിലായിരുന്നു ഈ 2 ദിവസം. അതാണ് എനിക്ക് ഏറ്റവും ബെനിഫിഷ്യലായിട്ട് തോന്നിയത്. അപ്പം താങ്ക് യു തോമസ് സർ. താങ്ക് യു സർ. താങ്ക് യു. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഫീഡ്ബാക്ക് വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ. അടുത്ത ആരാണ് ഇനി വരുന്നത്? അതെ. എൻ്റെ കൂട്ടുകാരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പല ട്രെയിനിങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഇതിൽ ഫുൾ ടൈം ഇരിക്കാനായിട്ട് കഴിഞ്ഞു. ഒരു കാര്യം മാത്രമാണ് കുറവ് ഞാൻ കണ്ടത്, വീഡിയോ പിടിക്കലും സ്റ്റിൽ ഫോട്ടോസും. പക്ഷെ അതിന് വേറെ ആൾക്കാർ ഇവിടെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടീം ചെയ്തിട്ടില്ലെങ്കിലും. അപ്പോൾ ടീമിലത്തെ എല്ലാ ലീഡർമാർക്കും വന്ന് പങ്കെടുക്കാൻ ധൈര്യം കാണിച്ച എല്ലാ പാർട്ടിസിപ്പൻസിനും വളരെയധികം നന്ദി. ബഡ്ഡിയെ പറ്റി ആദ്യം പറയാം. ബഡ്ഡി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു വ്യത്യസ്തമായ ആശയം മുന്നോട്ട് കൊണ്ടുവരുന്ന ആളാണ്. നമ്മളുടെ തന്നെ മൂത്രത്തിലൂടെ നമ്മുടെ തന്നെ രോഗം ശമിപ്പിക്കുക എന്നത് കേൾക്കുമ്പോൾ അറയ്ക്കുന്ന ഒരു ആശയമാണ്. പക്ഷേ വളരെയധികം സയൻറ്റിഫിക്കായി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങളിൽ ഇപ്പോൾ ക്യാൻസർ രോഗികൾക്ക് വേറൊരു മരുന്നില്ല, പക്ഷേ സ്വന്തം ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നിലൂടെ തെളിയിക്കാമെന്ന് കേൾക്കുന്ന ഒരു ബഡ്ഡിയാണ്. സോ ഇതേപോലെ നിങ്ങളെല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി, അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതോടൊപ്പം ചിരി എങ്ങനെ ചിരിക്കാം, മര്യാദക്ക് ജീവിക്കാം എന്ന് പഠിച്ച വലിയൊരു പാഠം കൂടി. നന്ദി. ആരാണ് ബഡ്ഡി? എന്തായാലും ഒരു പ്രാവശ്യം കൂടെ എന്തായാലും ഒരു പ്രാവശ്യം കൂടി വന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കഴിഞ്ഞ തവണ വന്നതിനേക്കാൾ നല്ല പോസിറ്റീവ് എനർജി ഉള്ള ആൾക്കാരായിരുന്നു ഇത്തവണ വന്നിരിക്കുന്നത്. അപ്ഡേറ്റ് പോകുന്നുണ്ട്. പിന്നെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചും കൂടെ കൂടുതൽ പിന്നെ നല്ലതായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ടുണ്ട്, പക്ഷേ ഇത്തവണ കുറച്ചുകൂടി ഐറ്റംസ് അതിൽ ആഡ് ചെയ്യാൻ പറ്റി. പിന്നെ എല്ലാവരെയും കാണാൻ സാധിച്ചതിലാണ് ഏറ്റവും വലിയ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഡോക്ടർ